അതിന് ماشي وشكر مثلا. ഹോസ്റ്റ് ആക്കിയിട്ട് സർ. ഓക്കെ ഓക്കെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഖുർആന്റെ വേദിയെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഇന്ന് ഇപ്പൊ ഇൻഷാ അല്ലാഹ് കാര്യം ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ ഇയ്യാക നസ്തഈൻ ഇസ്തിആനത്ത്, അല്ലാഹുവേ നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. അപ്പൊ നിന്നോട് സഹായം ചോദിക്കുന്നു പറയുമ്പോൾ അവിടെ പറഞ്ഞ മാതിരി, കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ഏതാണ്ട് എല്ലാവിധ സഹായത കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് പറയുന്നത്. നമ്മൾ സിറ്റികൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ സാധാരണക്കാരോട് സാധാരണ സഹായം ചോദിക്കുന്നതും അസാധാരണക്കാരായ ആൾക്കാരോട് അസാധാരണമായ സഹായം ചോദിക്കുന്നതും, പാരത്രിക ലോകത്തെത്തിയാൽ എല്ലാ സാധാരണക്കാരും അസാധാരണക്കാരിലേക്ക് സഹായത്തിനോടുന്നതൊക്കെ എല്ലാവർക്കും മുസല്ലമായ, എല്ലാവർക്കും അംഗീകൃതമായ കാര്യമാണ്. അവർക്ക് സംശയമില്ല. പിന്നെ തർക്കമുള്ള ഏതിലേ ഉള്ളൂ? ആകെ അസാധാരണക്കാരായ ഔലിയാക്കന്മാരോട്, മഹാന്മാരായ അമ്പിയാക്കന്മാരോട്, അവർ മുഅ്ജിസത്ത് കറാമാത്തുകളുടെ അടിസ്ഥാനത്തിൽ അവരെ സഹായം കിട്ടുമെന്ന് എനിക്ക് മരണപ്പെട്ടു പോയാൽ അവരോട് തേടുന്നതിന് ആകെ തർക്കമുള്ളൂ. അപ്പോ ഒരാൾ ജീവിച്ചിരിക്കുക മരണപ്പെടുക എന്നതിൽ വലിയ വ്യത്യാസമുണ്ടോ? ഇസ്ലാമിക ദൃഷ്ടിയിൽ ശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മരണപ്പെട്ടതുകൊണ്ട് എല്ലാം കഴിയില്ലെന്നാണോ? അപ്പോൾ ഖുർആൻ ഹദീസ് എല്ലാം ധാരാളം പഠിപ്പിച്ചിരുന്ന കാണാം. അങ്ങനെ മരണപ്പെടുന്നത് കൊണ്ട് റൂഹിയായ കഴിവ്, നമ്മുടെ റൂഹിന്റെ കഴിവ് അത് കുറയുകയല്ല, കൂടുകയാണ്. മഹാന്മാര് പറയും, ശരിക്കും മരണപ്പെടേണ്ട, മരണത്തിന്റെ പകുതിയാണ് ഉറക്കം എന്ന് പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അന്നൗമു അഖുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം. ഈ ഉറക്കത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റൂഹിനെ വേർപെടുത്തി നിർത്തുന്നുണ്ട്. സമ്പൂർണ്ണമായ വേർപെടുന്നില്ല, എന്നാൽ ഒരു വേർപെടൽ നമ്മുടെ ഉറക്കിന്റെ വേളയിൽ നമ്മുടെ ശരീരവുമായ റൂഹിൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത് ആ റൂഹിനെ അള്ളാഹു തിരിച്ചു തരുമ്പോഴാണ്. അതുകൊണ്ടാണ് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന എന്ന് ചൊല്ലാൻ കാരണം. അപ്പൊ ഇങ്ങനെ ഈ മരണത്തിന്റെ ആകുന്ന സഹോദരനാകുന്ന ഉറക്കം സംഭവിക്കുമ്പോൾ പോലും ശരിക്ക് ആ റൂഹ് ശരീരത്തിൽ വിട്ടു നിൽക്കുമ്പോൾ ആ റൂഹ് ശക്തിപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഒരു വേള നുബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ അംശമാകുന്ന വഹീന്റെ അംശമാകുന്ന മനാവ് പോലും സംഭവിക്കുന്നത്, സ്വപ്നങ്ങൾ, നല്ല നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന റൂഹിലെ ഈ ഉറക്കിന്റെ വേളയിലാണ്. അപ്പൊ അങ്ങനെ റൂഹ് ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ റൂഹിയായി ചിന്തിക്കുകയാണ് എങ്കിൽ, ശരീരം ക്ഷീണിച്ചാണ് ഉറങ്ങുന്നതെങ്കിലും റൂഹ് ആ സമയത്ത് ശരീരവുമായി വേർപെടുമ്പോൾ ഒരുപാട് ശക്തികൾ ആത്മീയമായി റൂഹിയായി റൂഹിന് കൈവരികയാണ്. അപ്പൊ ആ രീതിയിൽ മരണപ്പെടുമ്പോൾ റൂഹ് സമ്പൂർണമായിട്ടും ശരീരത്തൊട്ട് വേർപെടുകയാണ്. ശരീരവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആ കാലത്തെക്കാൾ റൂഹിന് ധാരാളം സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്, ധാരാളം കഴിവുകൾ ലഭിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യമാവുകയാണ് മരണത്തോടെ സംഭവിക്കുകയെന്ന് എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ അതുകൊണ്ട് മരണപ്പെട്ട ശേഷം അസാധാരണക്കാരായ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ഒരു മുഅ്ജിസത്ത് കറാമാത്തുകളുടെ അടിസ്ഥാന സഹായം തേടുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, അത് പറ്റുന്നതാണെന്ന് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്.
ഈ വിഷയത്തിൽ ഇപ്പൊ നമ്മൾ സാധാരണ പോലെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, മഹാന്മാരുടെ സഹായതേട്ടം, ആ സഹായതേട്ടം പറ്റുമോ ഇല്ലേ? ഇവിടെ ഏറ്റവും വലിയ വിഷയം ഈ മതം പഠിച്ച, ഇങ്ങേയറ്റം ഈ മതത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ച എല്ലാ മഹാന്മാരും അവരൊക്കെ അനുവർത്തിച്ച സദാചാരമാണ്. ശുദ്ധമായ ഖുർആനും ഹദീസും നേരിട്ടങ്ങ് ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിച്ചില്ല എങ്കിൽ പോലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അത് ചെയ്യാത്തൊരൊറ്റ മഹാനുമില്ല. ഈ മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്ന വലിയ സുഹൃതമാണ്, സദാചാരമാണ്. യജമാനായ അള്ളാഹു സുബ്ഹാനഹു തആലയോട് തന്നെ ചോദിക്കലാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചോദിക്കുമ്പോൾ അടിമകളാകുന്ന പാവങ്ങളായ സാധുക്കളായ ആൾക്കാർ ഉന്നതന്മാരായ മഹാന്മാരെ ചേർത്ത് പിടിച്ച് അവരുടെ ബറക്കത്ത് കൊണ്ട് അവരെ കൊണ്ട് തവസ്സുലാക്കലാണ്, അവരെ കൊണ്ട് ഇടതേട്ടമാണ് ശരിക്കും ഇസ്തിഗാസ എന്നാൽ. അപ്പൊ അതിന് യാതൊരു കുഴപ്പമില്ല, അത് നല്ലതാണ്, പുണ്യാണ്, സദാചാരമാണ് എന്നാണ് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ചില പ്രയോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വസല്ലം പഠിപ്പിച്ചതുപോലെ നീ സഹായം തേടിയാൽ അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിച്ചാൽ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഹദീസുകൾ അപ്പൊ ഇവിടെയൊക്കെ ഈ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതിയിട്ട് കൂടെ പറയും ഈ ഒരു ഹദീസും, ഈ ഹദീസിന്റെ ഈ അല്പഭാഗം മാത്രം, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടുള്ളൂ. അവിടെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളും പടപ്പുകളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു വിഭജനം ലോകത്തൊരൊറ്റ ആലിമും ഒരൊറ്റ പണ്ഡിതനും നടത്തിയിട്ടില്ല. മറിച്ച് എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് പഠിപ്പിച്ചതുപോലെ അത് നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയതാണെങ്കിലും ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഉപ്പ് വേണമെങ്കിൽ ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ്. പിന്നെ ചോദിക്കുന്നതോ അത് കാരണക്കാരെന്ന നിലയ്ക്ക് ചോദിക്കാം. അതാണ് ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സാധാരണ കാര്യങ്ങൾ എന്താണ് ചോദിക്കാം, അത് അല്ലാത്ത കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ, അഭൗതികമായ കാര്യങ്ങൾ. അവിടെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന പുത്തൻകുറ്റുകാർ ഓരോ കാലത്ത് ഓരോന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇപ്പോ അവർ തന്നെ പരസ്പരം ആ പറഞ്ഞൊന്നും യോജിക്കാതെ ഇപ്പൊ പരസ്പരം ശിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമാകുന്ന, വിശുദ്ധ ഇസ്ലാമിന്റെ അഹിലുകാരെ നിലനിൽക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത പാപമാകുന്ന ആ ഷിർക്ക് പരസ്പരം വാരി എറിഞ്ഞ് പരസ്പരം മുഖാമുഖം ഇരുന്ന് വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ഈ പുത്തൻകൂറ്റുകാരെത്തിയത് ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. എന്താണ് അടിസ്ഥാനം? വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്ക് തൗഹീദ് പരസ്പരം ഘടകവിരുദ്ധമായ രണ്ട് സംഗതികളാണ്. ഷിർക്ക് എന്നാൽ അത് ബഹുദൈവാരാധനയാണ്, അത് വിശ്വാസപരമായ കാര്യമാണ്. ഒരു അമല് അത് ഈ വിശ്വാസപരമായി ഈ ബഹുദൈവാരാധനയെ ബന്ധപ്പെടുമ്പോഴാണ് അത് ഷിർക്കായി മാറുക, അത് ബഹുദൈവാരാധനയെ മാറുക. ആ ബഹുദൈവാരാധന എന്നാൽ പിന്നെ ഈമാൻ സ്ഥാനമില്ല. അതിന് നേരെ ഘടകവിരുദ്ധമാണ് തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ എല്ലാത്തിനും തനിപ്പിക്കുക, ഏകനാക്കുക, ഏകദൈവ വിശ്വാസം, അതാണ് തൗഹീദ്. അതിന്റെ ഘടകവിരുദ്ധമാണല്ലോ ഷിർക്ക് എന്ന് പറയുന്ന സംഗതി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രം തേടുക എന്ന സംഗതി, അത് ഉന്നതന്മാരായ മഹാന്മാർ അവർ ഈ രീതിയിൽ ദുനിയാവിൽ തന്നെ പടപ്പുകളോടൊന്നും സഹായം ചോദിക്കൂല. അവരുടെ പ്രേമഭാചനം, അവരുടെ മുഴുവൻ ചിന്തയും അള്ളാഹുവിലേക്കായ മഹാന്മാർ, ആ മഹാന്മാർക്ക് മഹാന്മാരോടൊന്നല്ല സിറ്റുകളോട് ഒരു സഹായം ചോദിക്കൽ അവർക്ക് രീതി ഉണ്ടാവില്ല. അങ്ങനത്തെ മഹാന്മാർ, ആ മഹാന്മാർക്ക് നേരത്തെ പറഞ്ഞ മാതിരി അവരോട് നിർദ്ദേശങ്ങൾ കിട്ടും. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മഹാന്മാർ, അവിടുത്തെ മുരീദുമാർക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയും കാണാം ഇദസ്തഅൻത ഫസ്തഅൻ ബില്ലാഹ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഉന്നതന്മാരായ മുരീദുമാരെ പഠിപ്പിച്ചു കൊടുത്തു, നീ സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ പരാമർശം എടുത്തു വെച്ചുകൊണ്ട് എന്ത് പറയും, ഈ അസാധാരണക്കാരായ ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും മുഅ്ജിസത്ത് കറാമത്തുകളുടെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് അത് തെറ്റാണ് എന്ന് പറയും. അത് ശുദ്ധ കളിപ്പിക്കലാണ്. അത് രണ്ട് മഖാമാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഏതെല്ലാം പുത്തൻകവറ്റുകാരുണ്ടോ, ഏതെല്ലാം അല്ലാത്ത കക്ഷികളുണ്ടോ, ഈ എല്ലാവരും എല്ലാ വിഷയങ്ങളിലും കാരണക്കാരെന്ന് നിനക്ക് മറ്റു പലതിനോടും സഹായം ചോദിക്കുന്നവരാണ്. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ കാരണക്കാരെന്ന നിലയ്ക്ക് സൂപ്പർ ലക്ഷാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരെല്ലാവരും
അവിടെ പോവുകയും അവിടെ ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ചോദിക്കുന്നത് സഹായം ചോദിക്കലാണ്. ആ സഹായം ചോദിക്കൽ അള്ളാഹു വെച്ച കാരണം എനിക്കാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആ രീതിയിൽ ഇത്തരം എല്ലാ കാര്യങ്ങളും കാരണങ്ങളുമായി ബന്ധപ്പെടുന്ന അവരോട് സഹായം ചോദിക്കുന്ന അടിമകൾക്ക് അതുപോലെ അസാധാരണക്കാരായ ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ സമീപിക്കും ഒരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, അങ്ങനെ സമീപിക്കൽ ഏറ്റവും നല്ലതായ സദാചാരമാണ്. ഏറ്റവും നല്ലതായ സദാചാരമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ മഹാന്മാരോ അവരങ്ങനെ അവർ പനി വന്നാൽ, അസുഖം വന്നാൽ ഡോക്ടർമാരോട് പോവില്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യൂലുമില്ല. നമ്മളെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് അങ്ങനെ കൂടുമ്പോ ആ റബ്ബിനോട് ചോദിക്കാൻ അവന് സമയം കിട്ടൂല. അള്ളാഹ് പറയുന്നു, അങ്ങനത്തെ അടിമയ്ക്ക് എന്നോട് ചോദിക്കുന്ന അടിമയേക്കാൾ ഖൈറായത് ഞാൻ നൽകും. അങ്ങനെ മഹാന്മാർ അവർക്ക് റബ്ബിനോട് ദുആ ചെയ്യാൻ സമയമില്ല. അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിക്കുക, ഇതേ അവരുടെ പരിപാടിയുള്ളൂ. അവരുടെ ജീവിതം മുഴുക്കെ, അവരുടെ ചിന്ത മുഴുക്കെ, അവരുടെ വിചാരം മുഴുക്കെ അള്ളാഹ് 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 എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഒരൊറ്റ കാര്യത്തിനും, അത് ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ സാധാരണമാകട്ടെ അസാധാരണമാകട്ടെ, ഒറ്റ വിഷയങ്ങൾക്കും റബ്ബല്ലാത്ത ഒന്നിലേക്കും ബന്ധപ്പെടാത്ത മഹാന്മാർ, അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ എന്ത് ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും റബ്ബിനെക്കുള്ള മാത്രം ചോദിക്കുന്നു, റബ്ബിനോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇങ്ങനുണ്ട്. അപ്പൊ അതെടുത്തിട്ട് ഈ സാധാരണക്കാരെ, സാധാരണ എല്ലാ വിഷയങ്ങളും സഹായം തേടുന്ന, നമ്മളിപ്പോ ലോകത്ത് ജീവിക്കുന്ന എല്ലാ കക്ഷികളും ചെയ്യുന്ന ആൾക്കാരോട് മറ്റേത് പറയുന്നത് അത് ശരിക്ക് അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു തആല തഫ്സീറിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറയുന്നിടത്ത് പറഞ്ഞു, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 ഇനം മുത്തഖീങ്ങളുണ്ട്. ഉണ്ടോ? വൽ മുത്തഖി ഇസ്മു ഫാഇൽ മിൻ ഖൗലിഹി വഖാഹ് ഫത്തഖ. മുത്തഖി എന്ന് പറഞ്ഞാൽ വഖായഖി എന്നുള്ളതാണ്, സൂക്ഷിക്കുന്നവൻ. വഹിയ ഫി ഉർഫി ശർഇ, ശർഇന്റെ ഭാഷയിൽ ഇസ്മുൻ ലിമൻ യഖി നഫ്സഹു മിമ്മാ യദുറുഹു ഫിൽ ആഖിറ. പാരത്രിക ലോകത്ത് ഉപദ്രവകരമാകുന്ന മുഴുവൻ കാര്യങ്ങളെ തൊട്ട് സ്വന്തം ശരീരത്തെ, സ്വന്തം ആത്മാവിനെ സൂക്ഷിക്കുന്നവനാണ് മുത്തഖി എന്ന് പറഞ്ഞാൽ. മുത്തഖി എന്ന് പറയുമ്പോ പാരത്രിക ലോകത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരാനുണ്ടോ അതിനെ തൊട്ടൊക്കെ അവനവന്റെ നഫ്സിനെ നന്നായി സംരക്ഷിക്കുന്നവനാണ്, സൂക്ഷിക്കുന്നവനാണ് മുത്തഖി എന്നാൽ മുത്തഖീനെ പല രീതിയിൽ ഉണ്ടാകും. വലഹു സലാസു മറാത്തിബ്. ആ മുത്തഖിക്ക് സൂക്ഷ്മജീവിതം നയിക്കുന്ന ആൾക്ക് തന്നെ 3 മർത്തബയുണ്ട്. 3 ക്ലാസ് ആയിട്ട് തിരിക്കാം. അല്ലൂല, ഒന്നാമത്തേത് അത്തവഖീ മിനൽ അദാബിൽ മുഖല്ലദ്, ശാശ്വതമുള്ള ശിക്ഷയെ തൊട്ട് ശരീരത്തെ കാക്കുന്നവൻ. അതെങ്ങനെയാ ശാശ്വതമുള്ള ശിക്ഷ ഇല്ലായിരിക്കാനുള്ള വഴി? അത് ബിത്തബരീമിനെ ശിർക്കിൽ നിന്ന് ഒഴിവായി നിൽക്കുക, ബഹുദൈവാരാധനത്തിൽ ഒഴിവായി നിൽക്കുക. അങ്ങനെ ഒഴിവായി നിന്നാൽ തന്നെ അടിസ്ഥാനപരമായി തഖ്വയുള്ളവനാണ്. അടിസ്ഥാനപരമായി തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ എല്ലാ വിശ്വാസിക്കും ഉണ്ടാകുന്ന ഗുണം അതാണ്. അടിസ്ഥാനപരമായ തഖ്വ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി വിരോധിച്ച ശിർക്ക്, ബഹുദൈവാരാധന, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവായി നിൽക്കുന്നവൻ, അവനാണ് ബേസിക് മുത്തഖി എന്ന് പറഞ്ഞാൽ. വഅലൈഹി ഖൗലുഹു തആല, അത് ഇതേ ആശയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅൽസമഹും കലിമത്തുത് തഖ്വാ. അവർക്ക് തഖ്വയുടെ വചനം നാം നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ആ പ്രയോഗം അതിനെക്കുറിച്ചാണ്. അഥവാ ഏതൊരാളും ആഖിറത്തിൽ രക്ഷപ്പെടണമോ, ആഖിറത്തിൽ വിജയിക്കണമോ, കാലാനുകാലം വസിക്കുന്ന നരകത്തിൽ വീണുപോകാതിരിക്കണമോ, അതിന് വേണം അവന് ശിർക്ക് ചെയ്യാത്തവനാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇലാഹായി അംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനാകണം. അതാണ് ബേസിക് മുത്തഖി എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്, അസാനിയത്തു അതജന്നുബു അൻ കുല്ലി മാ യുസ്ഉ മിൻ ഫിഅലിൻ ഔ തർക്കിൻ ഹത്ത സഗായിറ ഇൻദ ഖൗമിൻ. തജന്നുബ് ഒഴിവാകുക, അൻ കുല്ലി മാ യുസ്ഉ കുറ്റകരമായ എല്ലാ കാര്യങ്ങളും തൊട്ടും, അത് മിൻ ഫിഅലിൻ അത് പ്രവർത്തിക്കലാകട്ടെ, ഔ തർക്കിൻ അല്ല പ്രവൃത്തി ഉപേക്ഷിക്കലാകട്ടെ. ഇങ്ങനെ പ്രവർത്തനമോ ഒഴിവാകലോ ഇതിനെ ശിരസ വഹിക്കും. ഇത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഹറാമാകുന്ന അല്ലെ കുറ്റകരമാകുന്ന പ്രവൃത്തിയാകട്ടെ, പ്രവൃത്തി ഒഴിവാക്കലാകട്ടെ, ഇങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളെ തൊട്ടും ശരീരത്തെ സംരക്ഷിക്കുന്നവൻ. ഹത്ത സഗായിർ, ഏതുവരെ? ചെറിയ കുറ്റങ്ങൾ വരെ, ചെറുകുറ്റങ്ങൾ എന്ന് പറയപ്പെടുന്ന സാധാരണ രീതിയിലുള്ള കുറ്റങ്ങൾ വരെ. അത് ഇൻദ ഖൗമിൻ, മഹാന്മാരെടുക്കൽ അങ്ങനെ ചെറുകുറ്റങ്ങൾ എന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾ വരെ പരിപൂർണമായിട്ടും എല്ലാത്തരം ചെറുതും വലുതുമായ കുറ്റങ്ങളെ തൊട്ട് സംരക്ഷിക്കുന്നവൻ. വഹുവൽ മുതആറഫ് ബിസ്മി തഖ്വാ ഫി ശർഇ, വഹുവൽ മുതആറഫ് ബിസ്മി തഖ്വാ ഫി ശർഇ, അതാണ് ശർഇൽ അറിയപ്പെട്ട തഖ്വ എന്നാൽ.
അത് നമ്മൾ സാധാരണ പറയുന്ന എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ എല്ലാ കാര്യങ്ങളും തൊട്ടും ഒഴിവാകലും അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ ശിരസാവഹിക്കുകയും ചെയ്യുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതാണ് രണ്ടാമത്തെ തഖ്വ. വഹുൽ മഅനാ ബിഖൗലിഹി തആല വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. അത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഈ ആയത്ത് ഉദ്ദേശിക്കുന്ന ആ തഖ്വയെ കുറിച്ചാണ്. ഒരു നാട്ടുകാരെ വിശ്വാസം കൊള്ളുകയും വത്തഖൗ, അള്ളാഹുവിനെ അങ്ങേയറ്റം സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ, അതാ ഹറാമ് ഹലാലുകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും എല്ലാ തെറ്റുകളെത്തും മാറിക്കൊണ്ട് അവർ ജീവിച്ചാൽ അവർക്ക് എല്ലാ ബറക്കാത്തിനും അള്ളാഹു ചുരിഞ്ഞു കൊടുക്കും എന്ന് പറയുന്ന ആയത്ത്. അപ്പൊ ആ പറഞ്ഞ തഖ്വ എന്നാൽ നമ്മുടെ സാധാരണ തഖ്വ എന്ന് പറയുന്ന അള്ളാഹു തആല വിലക്കിയ മുഴുവൻ കാര്യങ്ങളെ തൊട്ടും മാറി നിൽക്കുന്ന ചെറുദോഷങ്ങളെ പോലും ശരീരത്തെ സൂക്ഷിക്കുന്ന ആൾ, അതാണ് മുത്തഖി എന്ന് പറയുന്ന തഖ്വ. അപ്പൊ അത് രണ്ടാം ശ്രേണിയിൽപ്പെട്ടതാണ്. അതാണ് സ്വാലിഹീങ്ങൾക്കുള്ള തഖ്വ. ആ തഖ്വ കിട്ടാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. മൂന്നാമത്തെ ഇനം എന്താ, മൂന്നാമത്തെ ഇനം തഖ്വ എന്നാൽ ഒരു അടിമ, ഒരു മുഅ്മിനായ അടിമ, അവൻ പരിശുദ്ധനാകലാണ്. ഹഖ് സുബ്ഹാനഹു വ തആലയുടെ ജോലിയാകുന്ന മുഴുവൻ കാര്യങ്ങളെ തൊട്ട് അവന്റെ ഖൽബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിന്തയെ തൊട്ട് അള്ളാഹുവിനെ തൊട്ട് ജോലിയാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെ തൊട്ടൊക്കെ മാറിയിരിക്കുക. എപ്പോഴും അല്ലാഹ് 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 എന്ന ചിന്ത. ഹഖ് തആലയെ തൊട്ട് അവന്റെ സിർ, അവന്റെ മനസ്സ് ജോലിയാകുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതിനെ തൊട്ട് എന്ത് ചെയ്യുക, അവൻ ഒഴിവാകുക. അവന്റെ മുഴുവൻ കൊണ്ടും അവൻ അള്ളാഹുലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് മുറിഞ്ഞു ചേരുക. റബ്ബ് അല്ലാഹ് അല്ലാഹ് എന്ന ചിന്ത അത് മാത്രമുള്ള ആൾ, അതാണ് ഹഖീഖിയായ തഖ്വ. ശരിയായ തഖ്വ എന്നാൽ അതാണ് അൽ മത്ലൂബ് ബിഖൗലിഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്ന ഹഖീഖിയായ തഖ്വ എന്നാൽ ഏതാണ് വാക്ക്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മാതിരി നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മാതിരി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത്തഖ്വ, ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞ തഖ്വ. അത് സാധാരണ കൊണ്ട് കഴിയില്ല, ഉന്നതന്മാരായ മഹാന്മാരെ കൊണ്ട് മാത്രം കഴിവാകുന്നതാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നിമിഷം പോലും റബ്ബിന്റെ ഖൽബിൽ നിന്ന് മറക്കാതെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് എന്ന് പറയുന്ന, മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്ത ഒന്നുമില്ല. അല്ലാഹ് അല്ലാത്ത എന്തെങ്കിലും ഒന്ന് എന്റെ ഹൃദയത്തിൽ വന്നാൽ ആ നിമിഷം ഞാൻ കാഫിറാണെന്ന് വിധിക്കുന്നു പറഞ്ഞ മഹാന്മാർ. ആ രീതിയിൽ പരിപൂർണമായിട്ടും അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേർന്ന മഹാന്മാർ, ആ മഹാന്മാരെ തഖ്വ, അതാണ് ഹഖീഖിയായ തഖ്വ. അപ്പൊ ഇങ്ങനെ ഈ ഗണത്തിൽപ്പെട്ട ഉന്നതന്മാരായ മഹാന്മാരുണ്ട് തഖ്വയുടെ അഹ്ലുകാർ. അവര് റബ്ബിനോടല്ലാതെ ഒന്നും ചോദിക്കില്ല. അവര് ഒരു ഹോസ്പിറ്റലും പോകില്ല, ഒരു ഡോക്ടറെയും കാണൂല. എല്ലാം അല്ലാഹു തആല വെച്ചത് അനുഭവിക്കാൻ അവര് പൂർണ്ണമായിട്ട് സന്നദ്ധരാകും. അവർക്ക് എന്ത് സംഭവിച്ചാൽ അവരെ ഈമാനിൽ കോട്ടവും വരൂല. എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് മുസീബത്ത് ഇറക്കിയാലും അതിനെ വളരെയധികം പൂമാല പോലെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. അപ്പൊ അങ്ങനെ തഖ്വയുടെ അഹ്ലുകാരായ മഹാന്മാർ. അപ്പൊ ഇത് ശരിയ ഹഖീഖിയായ തഖ്വയാണ്, ഉന്നതമായ തഖ്വ. തഖ്വയുടെ മൂന്നാമത്തെ ശ്രേണിയാണ്. ഈ ശ്രേണിയിലേക്ക് എത്തിയ മഹാന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് വേറെ ഒന്നിനോടും സഹായം ചോദിക്കൂല, വേറെ ഒന്നിനോടും അവര് ആവശ്യപ്പെടുകയില്ല. എല്ലാം റബ്ബിനോട് മാത്രം ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഇനം ആൾക്കാരോട് കൊടുക്കുന്ന ചില വസീയത്തുകളുണ്ട്. ആ വസീയത്ത് എടുത്തിട്ട് സാധാരണക്കാരുടെ ഈ ഇസ്തിഗാസക്കെതിരെ പറയാൻ പാടില്ല. അത് ഏതുപോലെയാണ്, സാധാരണക്കാർ അവർ വേറെ ഒന്നിനും ഭൗതികമായ മറ്റൊരു കാര്യത്തിൽ ഉമ്മയോട് സഹായം ചോദിക്കില്ല, ഭാര്യയോട് സഹായം ചോദിക്കില്ല, വേറെ ഒന്നിനോട് സഹായം ചോദിക്കില്ല. ആ പിന്നെ ഇവരെ എല്ലാ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അമ്പിയാക്കന്മാര് സഹായം ചോദിക്കും. അവർ സഹായം ചോദിക്കാൻ ആവശ്യം ഉണ്ടായിട്ടില്ല, മറിച്ച് ഈ ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാ. ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് അമ്പിയാക്കന്മാർ. അതുകൊണ്ട് അമ്പിയാക്കന്മാര് ജനങ്ങൾക്ക് മാതൃക ഉണ്ടാക്കണം. ആ മഹാന്മാർ ഈ സ്ഥാനമെല്ലാം കഴിഞ്ഞു പോയവരാണ്. അതായത് ഇപ്പൊ പറയുന്ന മൂന്നാമത്തെ ശ്രേണിയിലുള്ള ആൾക്കാർ, അവര് റബ്ബുമായുള്ള ബന്ധം, അള്ളാഹുമായുള്ള ആ പ്രേമം കൂടിയിട്ട് റബ്ബിനെ പരിപൂർണമായിട്ട് കൽവിലേറ്റിയിട്ട് വേറെ ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാർ. ആ ആൾക്കാർക്ക് അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ജദ്ബിന്റെ ഹാല് പറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പലതും സംഭവിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം ഒരു ബന്ധമുണ്ടാകുമ്പോഴും അങ്ങനെയൊന്നും കല്ല് മറിഞ്ഞു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ബന്ധം സ്ഥാപിക്കുമ്പോഴും പടപ്പോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഉന്നതമായ പദവിയുള്ളവരാണ് മഹാന്മാരെ അമ്പിയാക്കന്മാർ. അത് നുബുവത്തിന്റെ ആൾക്കാർക്ക് കഴിയുള്ളൂ, പ്രവാചകത്വത്തിനെ കഴിയുള്ളൂ.
പ്രവാചകത്വം എന്ന് പറയുന്ന നുബുവത്ത് എന്ന പദവി അത് ഏറ്റവും വലിയ പദവിയാണ്. റിസാലത്ത് എന്ന പദവി വലിയ പദവിയാണ്. ആ പദവി അടുത്തേക്കൊന്നും ഒരു വിലായത്തിന്റെ പദവി എത്തൂല, ഔലിയാക്കന്മാരെ പദവി എത്തൂല. അപ്പൊ അമ്പിയാക്കന്മാർ ഒരേ സമയം യജമാന റബ്ബിനെ ഈ രീതിയിൽ കൽബിലേറ്റാൻ, അള്ളാഹുവിനെ അങ്ങേയറ്റം അള്ളാഹുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയുകയും അതോടൊപ്പം പടപ്പുകൾക്ക് മാതൃകയായി പല കാര്യങ്ങളും പഠിപ്പിക്കാൻ അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നവരാണ് അമ്പിയാക്കന്മാർ. അതുകൊണ്ട് അമ്പിയാക്കന്മാരിൽ പല ആൾക്കാരും അത് ഈ രീതിയിൽ ഇങ്ങനെ മറ്റ് ആൾക്കാരോട് സഹായം ചോദിക്കുന്നത് അത് പഠിപ്പിച്ചു വരും. അതിന്റെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും സഹായം ചോദിച്ചിട്ടുണ്ടാകാം, അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ അന്തരം മനസ്സിലാക്കണം. ഈ അന്തരം മനസ്സിലാക്കാതെ ഏതെങ്കിലും ചില അവിടുന്ന് ഇവിടുന്ന് എടുത്ത് കോട്ടിങ് എടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോ സാധാരണക്കാരായ ആൾക്കാരുടെ സഹായം ചോദിക്കുന്ന നമുക്ക് നമ്മൾ സാധാരണ സഹായം ചോദിക്കുന്ന പോലെ തന്നെ അസാധാരണക്കാരായ മഹാന്മാരുടെ സഹായം ചോദിക്കുന്ന ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മഹാന്മാരെ കൊണ്ട് സഹായം ചോദിക്കൽ അത് നല്ല ശീലമാണ്, സദാചാരമാണ്. എല്ലാ മഹാന്മാരെയും പഠിപ്പിച്ചു തന്നു. പരിശുദ്ധ ഇസ്ലാം ഉണ്ടായ എത്രയെല്ലാം നൂറ്റാണ്ട് കഴിഞ്ഞു, ആ നൂറ്റാണ്ടുകളെല്ലാം കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് വന്ന ഈ പുത്തൻവാദം ആദ്യം പറഞ്ഞു, എന്തെല്ലാം മാറി പറഞ്ഞു. അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പറ്റില്ല എന്ന്. എന്തിന് സഹായം ചോദിക്കാൻ പറ്റൂല? ആദ്യം പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതമായത് സഹായം ചോദിക്കാൻ പറ്റൂല എന്ന്. പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാരെന്നെ പറഞ്ഞു മനുഷ്യന്മാർക്ക് കഴിയാത്തത് ഇപ്പോ ആനയോട് സഹായം ചോദിക്കാൻ പറ്റും. തടി പിടിക്കാൻ വേണ്ടി ആനയെ വിളിക്കാറുണ്ട്. അത് മനുഷ്യനെ കൊണ്ട് കഴിയുന്നതല്ല. അപ്പോ ആനയോട് സഹായം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ അത് ശിർക്കാവൂലേ? മനസ്സിലാക്കണം. ലോക മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി വന്നവർ അവർ ചില അടിസ്ഥാനങ്ങൾ സ്വന്തം കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോ അപ്പോ ഏത് സഹായം ചോദിക്കാൻ പറ്റുക? അത് മനുഷ്യ കഴിവിന് ഉള്ളിലുള്ളത് പറ്റും, അല്ലാത്ത പറ്റൂല എന്നായി. അങ്ങനെയാകുമ്പോൾ ഈ ചോദ്യം വന്നു. മനുഷ്യ കഴിവിന് അതീതമല്ലാത്ത ഒരുപാട് കഴിവുകൾ. നായയെ കൊണ്ട് മണം പിടിപ്പിക്കുന്നു. കള്ളന്മാരെ പിടിക്കാൻ വലിയ വലിയ പോലീസുകാരടക്കം മനുഷ്യന്മാർ ഇവിടെ എന്ത് ചെയ്യാൻ നായയുടെ സഹായം തേടുന്നുണ്ട്. തടി പിടിക്കാൻ വലിയ ആനയുടെ സഹായം തേടുന്നുണ്ട്. അത് പറ്റുമോ? അപ്പൊ പൊളിഞ്ഞു. അപ്പൊ മനുഷ്യ കഴിവിന് അതീതമുള്ളത് പൊളിഞ്ഞു. പിന്നെ ഭൗതികമല്ലാത്ത, അതായത് നേർക്കുനേരെ നമ്മളെ കാര്യകാരണമായിട്ട് ബന്ധപ്പെട്ട കാര്യകാരണങ്ങൾക്ക് അധീനമായതിന് പറ്റും, അതീതമായത് പറ്റൂല. അതായത് ഇവിടെ ജീവിച്ചിരിക്കുന്ന അയാളോട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, കാണാൻ പറ്റുന്ന ഒരാളോട് ചോദിക്കുന്ന കുഴപ്പമില്ല. അങ്ങനൊന്നും ഇല്ലാത്ത സാഹചര്യം ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ചോദ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എത്രയെല്ലാം ഹദീസുകളിൽ നിങ്ങൾ യാ ഇബാദല്ലാഹി വിളിക്കാൻ. എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം أو أراد أحدكم عونا وهو بأرض ليس بها أنيس فليقل يا عباد الله أغيثوني فإن لله عبادا لا نراهم. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ വഴിതെറ്റി പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഹായം ആഗ്രഹിക്കുകയാണെങ്കിൽ വഹൂബി അർദിൻ ലൈസ ബിഹാ അനീസുൻ, ഒരാളുമില്ലാത്തൊരു വിജനമായ ഭൂമിയിൽ ഒരാളുള്ളത്. ഒരാൾ യാത്ര പോവുകയാണ്, വിജനമായ ഭൂമിയിലെത്തി, ആരാരും സഹായിക്കാനില്ല. അവിടെ നിങ്ങൾക്കൊരാൾക്ക് സഹായം വേണ്ടി വന്നാൽ ഫല്യഖുൽ, അവനവിടെ നിന്ന് വിളിച്ച് പറയട്ടെ യാ ഇബാദല്ലാഹി അഗീസൂനി, യാ ഇബാദല്ലാഹി അഗീസൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നബി നിങ്ങൾ പറയുന്നു നമ്മളെ കാണാത്ത അടിമകൾ സഹായിക്കാനായി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. അവിടുന്ന് ആരാരുമില്ലാത്ത വേളയിൽ സഹായിക്കാൻ ഒരാളെയും കാണാനില്ലാത്ത അവിടെ വിളിക്കുന്ന അള്ളാഹുവിനെയല്ല, യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചാൽ സഹായം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വലിയ വലിയ ഇമാമിയങ്ങൾ അതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട്, വലിയ ഫലം കിട്ടിയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അങ്ങനെ അമൽ ചെയ്തിട്ടുണ്ട്. അല്ലെ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മകൻ പറഞ്ഞു, ഖാല അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ഹംബൽ തങ്ങളുടെ മകൻ പറഞ്ഞു, സമീഅതു അബീ, എന്റെ ഉപ്പാനെ ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂൽ, ഉപ്പ പറയുന്നതായിട്ട്, ഹജ്ജത്തു ഖംസ ഹജ്ജിൻ, ഞാൻ 5 ഹജ്ജ് ചെയ്തു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല 10 ലക്ഷം ഹദീസ് മനപ്പാഠം പഠിച്ച ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 5 ഹജ്ജ് നിർവഹിച്ചു. മിൻഹാ ഇസ്നൈൻ റാക്കിബൻ വ സലാസ മാഷിയൻ, 2 വാഹനം കയറിയിട്ടാണ്, 3 നടന്നിട്ടാണ്.
അങ്ങനെ ഔ സലാസ റാക്കിബൻ വസ്നൈനി മാഷിയ എന്നിങ്ങനെയാ പറഞ്ഞത്. അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ മകന്റെ സംശയമാണോ അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണോ അങ്ങനെയാണോ? 3 വാഹനം കയറി 2 നടന്നിട്ട് എന്തായാലും ഇങ്ങനെ മൊത്തം ഹജ്ജ് ചെയ്തു, 5 ഹജ്ജ് ചെയ്തു, 5 ഹജ്ജിൽ എന്നെങ്കിൽ 2 നടന്നിട്ട് അല്ലെങ്കിൽ 3 വാഹനം, അല്ലെങ്കിൽ 3 നടന്നിട്ട് 2 വാഹനം കയറിയിട്ട് ഇങ്ങനെയാണ് ഹജ്ജിന് പോയത്. അങ്ങനെ ഫീ ഹജ്ജ, എന്റെ ഹജ്ജിന്റെ ഇടയിൽ വഴിപിഴച്ചു. പണ്ടത്തെ കാലം, പഴയ കാലം, ഹിജറ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹു. മഹാനും പറയാണ്, അന്ന് ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റി. വകുന്തു മാഷിയൻ, ഞാൻ നടന്നു പോവുകയായിരുന്നു, വഴിതെറ്റി. അങ്ങനെ വഴിതെറ്റിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫജഅൽതു അഖൂൽ, ഞാൻ പറയാൻ തുടങ്ങി, നബി സല്ലല്ലാഹു പഠിപ്പിച്ച മാതിരി ഞാൻ പറയാൻ തുടങ്ങി. യാ ഇബാദല്ലാഹി ദല്ലൂനി അല ത്വരീഖ്, യാ അല്ലാഹ് എന്നല്ല വിളിച്ചത്, യാ ഇബാദല്ലാഹ്, യാ ഇബാദല്ലാഹ് ദല്ലൂനി അല ത്വരീഖ്. ഞാനിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, ഓ അള്ളാഹുവിന്റെ അടിയാറുകളെ, അള്ളാഹുവിന്റെ അടിമകളെ, എനിക്ക് വഴികാട്ടി തരണേ. ദല്ലൂനി അല ത്വരീഖ്. ഖാല ഫലമ്മ ഖൂലു ദാലിക, മഹാൻ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാ, ശരിയായ വഴിയിലേക്ക് എന്നെ നയിക്കപ്പെട്ടു, എനിക്ക് ശരിയായ വഴി കിട്ടിപ്പോയി. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വഴി കിട്ടിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞതായി അഹ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി എന്നിവർ പറയുന്നു. അങ്ങനെ എനിക്ക് വഴി കിട്ടിയെന്ന് പറഞ്ഞത് ഔകാല അബി, അല്ലെങ്കിൽ ഔ കമാ അബി, അല്ലെങ്കിൽ എന്റെ വാപ്പ പറഞ്ഞ വാക്ക് വേറെയാണ്, എന്റെ ആശയം ഇതാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉപ്പ വിളിച്ചപ്പോ ഇങ്ങനെ വഴി കിട്ടി. കമാ കാല താരിഖ് ദിമഷ്കിൽ കബീർ ഇബ്നു അസാക്കിർ ഞങ്ങൾ ദിമഷ്ക് കബീറുണ്ട്, ഞാൻ ബൈഹഖി ശഅബുൽ ഈമാനുണ്ട്, ഇബ്നു കസീർ അൽ ബിദായത്തി വൻ നിഹായ, എല്ലാ ഈ സംഭവമുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുകയാണ്. ഹദീസിന്റെ റിപ്പോർട്ട് നീ ആരെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ പോലും പണ്ഡിത ലോകം പറഞ്ഞ ഹദീസ് ഹസനായ ഹദീസാണ്. ആ ഹദീസായ ഹസനായ ഹദീസാണ്, അമൽ ചെയ്യാൻ പറ്റുന്ന ഹദീസാണ്. ഇമാമിങ്ങൾ അമൽ ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു, ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു നിന്നും പഠിക്കാതെ, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു നിന്നും ഇൽമിന്റെ ഖിദ്മത്ത് സ്വീകരിക്കാതെ ലോകത്ത് ഒരാൾക്കും മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. അമ്മാതിരി അള്ളാഹുവിന്റെ ദീന്റെ ഇൽമിന് വേണ്ടി സേവനം ചെയ്ത വലിയ മഹാനാണ്. ഹിജ്റ 631 അങ്ങ് ഡമസ്കസിലെ തെക്ക് ഭാഗത്ത് നവ എന്ന സ്ഥലത്ത് ജനിച്ചു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ജനിച്ച ഗ്രാമത്തിന്റെ പേരാണ് നവ. അവിടേക്ക് ജനിച്ച ആളാണ് നബവി എന്ന് പേര് വരാൻ കാരണം. ഇമാം ഷഹീദ് ശറഫുദ്ദീൻ ഹബീബ് നബവി റളിയല്ലാഹു തആല അൻഹു. ആ ഇമാം നബി ഹിജ്റ 631 676 വഫ, 45 കൊല്ലം ജീവിച്ചു. 45 കൊല്ലമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ആ 45 ലോകം കൊണ്ട് അവിടുന്ന് കൈവെക്കാത്ത ഫന്നുകളില്ല. ഇന്ന് ലോകത്ത് അത് ഏത് മദ്ഹബിൽപ്പെട്ടവരാകട്ടെ, ലോകത്ത് ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ ഇസ്ലാമിക് വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമാം നബിയുടെ കടപ്പെടാതെ ഒരാളുമില്ല. അത്രമാത്രം അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി സേവനം ചെയ്തു. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു 45 വർഷം ജീവിച്ചപ്പോ 631 ജനിച്ച് ഏതാണ്ട് 20 കൊല്ലം പഠനമാണ്. 651 അവിടുന്ന് തസ്നീഫാത്ത് എഴുത്തു തുടങ്ങുന്നത്. ആ 650 തുടങ്ങി ഏണ്ട 676 വഫാത്താകുമ്പോ ആ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല അൻഹു എഴുതിയ ഗ്രന്ഥങ്ങളിലെ പേജുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഈ ലോകത്ത് ജീവിച്ചു പോയ ദിവസങ്ങളുടെ എണ്ണങ്ങളെക്കാൾ കൂടുതൽ എണ്ണം അവിടുന്ന് എഴുതിയിട്ടുണ്ട്. അത്രമാത്രം തസ്നീഫാത്ത് നടത്തിയ, അള്ളാഹുവിന്റെ മഹാന്മാരെ കുത്തുബുകളുടെ കൂട്ടത്തിൽ ഒരു ഉന്നതമായ സ്ഥാനം നേടിയ, റബ്ബിനോടുള്ള മഹബത്തുകാരൻ, ആ റബ്ബിന്റെ ഇൽമിന് വേണ്ടി ശുഗലായി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജീവിച്ച് വളരെ ലളിതമായ ജീവിതം. ബഹുമാനപ്പെട്ട ഇമാം നബി ജീവിതം പറയുമ്പോൾ കാണാം, ഇമാം നബി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദിവസം ഒരു നേരം, ഒരു വൈകുന്നേരം, രാത്രി അല്പനേരം കഴിക്കുക, ഒരു റുക്ക് വെള്ളമാ കുടിക്കുക. പകല് മുഴുവൻ നോമ്പാണ്, രാത്രി ഒരു റുക്ക് വെള്ളമാ, രാത്രി ഒരു നേരമാണ് ആഹാരം കഴിക്കുക, അത് തന്നെ ഒരു നേരമാ വെള്ളം കുടിക്കുക. പരിപൂർണമായിട്ടും ഇൽമിന് വേണ്ടിയുള്ള സേവനം. കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് കെട്ടിയിട്ടില്ല, റബ്ബിന്റെ ദീനിന് വേണ്ടി സർവ്വതും മറന്നുകൊണ്ട് തിരിച്ച് അങ്ങനെ വലിയ സ്ഥാനത്തിനുടമയായി ജീവിച്ച ഇമാം നബി റളിയല്ലാഹു തആല ഇങ്ങനെ ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്. ആ ഇമാം നബി റളിയല്ലാഹു തആല അവിടുന്ന് പഠിപ്പിച്ചു. യാത്ര പോകുന്ന ആൾക്കാർ അദബിൽപ്പെട്ടതാണ്. ശർഹുൽ അദബിലും എല്ലാ ഗ്രന്ഥത്തിലും ഇമാം നബി റളിയല്ലാഹു എഴുതി. അങ്ങനെ യാത്ര പോകുന്ന ആൾക്കാർ അവർ അദബിൽപ്പെട്ടതാണ്. അങ്ങനെ യാത്ര പോകുമ്പോൾ വഴിതെറ്റിയാൽ സഹായം തേടണം. ആരോട്? അള്ളാഹുവിന്റെ ഇബാദുകളെ വിളിച്ചുകൊണ്ട് സഹായം തേടണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കങ്ങനെ ഫലം കിട്ടിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഇങ്ങനെ ഈ മഹാന്മാരെല്ലാം ചെയ്ത ഈ അമലിനെ കുറിച്ചാണ്. ഷിർക്ക് എന്ന് പറയുമ്പോ ആർക്കാ സഹിക്കാൻ കഴിയുക?
അവിടെയാണ് ഈ ഹദീസിന്റെ പുറത്താണ് ഇപ്പൊ ഇന്ന് കാണുന്ന മാതിരി മുജാഹിദ് പൊട്ടിപ്പടർന്നത്. 7-8 കൂട്ടരായി പൊട്ടാനുള്ള അടിസ്ഥാന കാരണം തന്നെ ഈ ഇമാമിങ്ങൾ അമൽ ചെയ്ത ഈ ഹദീസ് എവിടെ കൊണ്ടുവെക്കും? ഇതൊക്കെ ശിർക്കാണെന്ന് പറയുമ്പോ ഇമാം നബവി മുസ്ലിക്കാക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു ജീവിതകാലത്തിന് ധാരാളം കറാമാത്തുകൾ കൊടുത്ത തഖത്തബ ഇമാം നബവി റളിയല്ലാഹു അൻഹു കുത്തുബായിരിക്കുന്നു എല്ലാ മഹാന്മാരും പറഞ്ഞ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ലോകങ്ങളുടെ അഗ്രേസരനായ പണ്ഡിത വരേണ്യൻ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു. ആ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഇസ്തിഗാസ നേരെ ഇസ്തിശ്ഫാഅൻ, ഇസ്തിഗാസ എന്ന് നമ്മൾ സഹായം തേട്ടം എന്ന് പറയുന്ന സംഗതി അടിസ്ഥാനപരമായി പറഞ്ഞ മഹാന്മാരുടെ ഭാഷയിൽ അത് ഇസ്തിശ്ഫാണ്, ഷഫാഅത്ത് തേടലാണ്, മഹാന്മാരെ കൊണ്ട് ഷഫാഅത്ത് തേടലാണ്. അത് ചെയ്യണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് ആ സിയാറത്തിന് മിൻ അഅ്ളമിൽ ഖുർബാ, ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ചു ഇമാം നബവി റളിയല്ലാഹു അൻഹു. നമ്മൾ ഇന്നത്തെ മുജാഹിദ് അല്ലെങ്കിൽ വേറെ പറയുന്നത് പോലല്ല. ആദ്യമായി മുത്തനബിയുടെ സിയാറത്തിനെതിരെ ലോകം സംസാരിച്ച ഒരേ ഒരു വ്യക്തി അത് ഈ പറഞ്ഞ എല്ലാ വിതരണവാദങ്ങളുടെ തുടക്കക്കാരനായ 8-ാം നൂറ്റാണ്ടിൽ വന്ന ഡമസ്കസുകാരനായ ഇബ്നു തൈമിയാണ്. ആ ഇബ്നു തൈമിക്ക് മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ചു. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് മിൻ അഅ്ളമിൽ ഖുർബാത്ത്, ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ പെട്ടതാ. അങ്ങനെ സിയാറത്തിന് പോകുമ്പോൾ മുത്തനബിയെ എങ്ങനെ സിയാറത്ത് ചെയ്യണം, അവിടുത്തോടെ എങ്ങനെ സലാം ചെയ്യണം, ആ നബി തങ്ങൾ എങ്ങനെ സങ്കടം പറയണം, അത് എല്ലാ ഗ്രന്ഥങ്ങളും വിശദീകരിച്ച് ഇമാമുൻ നബവി റളിയല്ലാഹു തആല. അപ്പൊ ആ ഇമാമിങ്ങളെ പഠിപ്പിച്ചു തന്നത് എവിടെ? നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ പുത്തൻവാദം എവിടെ? അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോഴേ ഇന്ന് സമയം കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതൊരു വിവാദ വിഷയം ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാം ഇന്ന് വേറെ ക്ലാസ്സിലേക്ക് കടക്കാൻ. എന്താർക്കും സംശയം വല്ലതും ചോദിക്കാനുണ്ടോ? ഇസ്തിആനത്ത്, സഹായതേട്ടം സംശയമുള്ള വിഷയമാണല്ലോ, ആശങ്കയുള്ള വിഷയമാണല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യാം. ഉസ്താദേ, ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ മുജാഹിദ് പറയണ്ടല്ലോ ഇപ്പൊ ഈ ആയിബാദി എന്നുള്ള അത് ഇപ്പൊ എന്നിട്ട് അവര് ഇതെല്ലാം ഇപ്പൊ അംഗീകരിച്ച ഈ 8 ടീമോ കുറെ ടീമുകളായിട്ട് മാറിയിട്ടുണ്ടല്ലോ, അതിനാരെങ്കിലും ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ടോ? അതാ 8 കൂട്ടർ ഇപ്പോഴും അത് ശിർക്കാണെന്ന് പറയുന്നവരുണ്ട്. 8 കൂട്ടർ പല അല്ല, അത് അവരുടെ കൂട്ടത്തിൽ അംഗീകരിച്ചവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. 8 കൂട്ടരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യാ ഇപ്പോഴും അത് ഹദീസ് അത് ശരിയില്ല, അതുകൊണ്ട് അവനെ ശിർക്കാണെന്ന് പറയുന്ന ഔദ്യോഗിക മുജാഹിദുണ്ട്. അതേസമയത്ത് അതല്ല അത് ശിർക്കില്ല, അങ്ങനെ ചെയ്യൽ ഹറാമേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അതല്ല നമ്മുടെ സെയ്ദ് മുഹമ്മദ് കാടാ, നിങ്ങൾക്ക് മൈക്കോടാക്കാൻ പറ്റുന്നില്ലേ? സെയ്ദ് ഈ സാധനം ക്ലിക്ക് ചെയ്ത് നോക്കിയേ. എന്താണ് ആ കാണിക്കുന്ന ഇതില് ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നില്ല? എല്ലാവർക്കും മൈക്കോണാൻ കഴിയുന്നുണ്ടോ? രണ്ടാമത് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കേണ്ടി വരും, എന്നാലേ അത് ആവുള്ളൂ. അത് ഫസ്റ്റ് ഓൺ ആക്കുമ്പോ തന്നെ അതില് യെസ് അടിച്ചിട്ടുണ്ടാവും. നിസാറിന് അത് ഓണാക്കാൻ പറ്റുന്നു, ബാക്കിയൊക്കെ ഓണാക്കാൻ പറ്റുന്നില്ലേ? നമ്മുടെ സേതുക്കാക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ത് ചെയ്യാ ഓണാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുജാഹിദുകള് കൂട്ടത്തിൽ എന്ത് ചെയ്യാ ഇപ്പോഴും അത് ഹറാമാണെന്ന് പറയുന്നവരുണ്ട്, ഹറാമാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ല ഇപ്പൊ നമ്മുടെ ജിന്നു മുജാഹിദ് എന്ത് ചെയ്യാ പല കൂട്ടത്തില് ഹയ്യും ഹാദറുമായ ജിന്നിനോടാണെങ്കിൽ അത് പറ്റുമെന്നത്. എങ്ങനെ യായിബാദായി വിളിക്കുമ്പോ വിളിയുണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ആ സ്ഥലത്ത് ഹാജരുള്ള ഹയ്യായ ഹാദിറായ ജിന്നിനോടെ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. അതല്ല അതൊന്നുമല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല കൂട്ടരായ എന്ത് ചെയ്യാ അടിച്ച് പിരിഞ്ഞിട്ടാ ഉള്ളത്. എന്ത് അപ്പൊ ഇവര് പറഞ്ഞ അടിസ്ഥാനങ്ങൾ, ഇവര് പറഞ്ഞ എല്ലാം പൊളിഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പൊളിയാതിരിക്കും, കാരണം പരിശുദ്ധ ഇസ്ലാമിന് അങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ലേ.
മുസ്ലിമീങ്ങൾ എന്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കെട്ടിക്കുട്ടുണ്ടാക്കി മെനഞ്ഞുണ്ടാക്കിയ ഒരു അടിസ്ഥാനങ്ങളാണ്. അപ്പോൾ അത് വർഷാവർഷം അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ദുരന്തപൂർണമായ സാഹചര്യമുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. പരിശുദ്ധ ഇസ്ലാം ഉണ്ടായ കാലം, മനുഷ്യന്മാരുള്ള കാലം മുതൽ തപസ്സുലുണ്ട്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തപസ്സുലാക്കിയിട്ടുണ്ട്, ഹദീസ് പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പൊ ഈ തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് വേറിട്ട ഒരു സംഗതിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് മടങ്ങാനുള്ള വഴിയാണ്. ഏറ്റവും നല്ല വഴിയാണ്. ആ വഴി അത് അനുവർത്തിച്ച് കാണിച്ചെന്നവരാണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും. അതിന് യാതൊരു ബന്ധികേടുമില്ല. പിന്നെ എന്ത് പ്രശ്നം? ഒരു അർദ്ധയുക്തിവാദമാണ്. മരണപ്പെട്ടാൽ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയിലൂടെയാണ്, ആ ഒരു യുക്തിവാദത്തിലൂടെയാണ് ഈ ഒരു സംശയം തോന്നുക. അതെന്താണ്? സാധാരണക്കാരോടല്ല സാധാരണ സഹായം ചോദിക്കാം, അതേ സമയത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അസാധാരണക്കാരുടെ സഹായം ചോദിക്കുന്നതിന് എന്തോ പ്രശ്നം തോന്നുന്നത്, ചിന്തിക്കുന്നത്, അത് വിശ്വാസപരമായി വരുന്ന വൈകല്യമാണ്, അല്ലെങ്കിൽ ഒരുതരം അർദ്ധയുക്തിവാദമാണ്. അത് പക്ഷെ പലപ്പോഴും സാധാരണക്കാരെ എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന, എല്ലാ സാധാരണ സംശയത്തിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അത് തന്നെയാണ് അവരുടെ നേട്ടവും. അപ്പോൾ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലായ യാഥാർത്ഥ്യം ഇതാണ്. പരിശുദ്ധ ഇസ്ലാം അതല്ലെന്ന് വെച്ചാൽ ഇവര് പറയുന്ന ഒരു പുത്തൻവാദം പറയണമെന്ന് ലോകത്ത് കഴിഞ്ഞു പോയി എത്ര മുഅ്മിനീങ്ങളെയാണ്, എത്ര മഹാന്മാരെ അയിമത്തുകളെയാണ്, ഏത് ഇമാമിങ്ങളാണ് ചെയ്യാത്തത്, ഏത് മഹാന്മാരാണ് നിർവഹിക്കാത്തത്? അവരെയൊക്കെ കാഫിറാക്കലല്ലേ? ഏതാ കുഫ്രിയത്ത് എന്ന് പറഞ്ഞാൽ, തക്ഫീർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ മാരകമായ ഭാവമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയെങ്ങാണ് ഈ ലോകത്ത് ഇത് ശിർക്കാണെന്ന് വന്നാൽ, എങ്കിൽ ഉമ്മത്ത് മുഹമ്മദിൽ ഏറ്റവും വലിയ പാപമായി, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഗതി അതുണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഗൗരവപ്പെടുത്തി അറിയിക്കേണ്ട ഒരു വലിയ പാപം അതാകുമായിരുന്നു. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നടക്കാതിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും പറഞ്ഞു പോയവരാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്ത് അങ്ങനെ ശിർക്കി പോകുന്നൊരു പേടി നബികൾക്കില്ല. ഹദീസിൽ അങ്ങനെ തന്നെ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള പ്രവാചകന്മാരെ സംഭവിച്ചാൽ എന്റെ ഉമ്മത്ത് പിന്നെ ശിർക്കിലേക്ക് പോകുന്ന ഭയം എനിക്കില്ല. മറിച്ച് നബിതങ്ങൾ ഏറ്റവും ഭയപ്പെട്ടത് നമ്മുടെ ഈ ഉമ്മത്തുള്ള സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ പലതും ഈ പറഞ്ഞതുപോലെ അള്ളാഹു തആല ബഹുമാനിച്ചതിനെ നിന്ദിക്കുന്ന ഒരു കാലം വരും. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഖസാനകളെ അള്ളാഹു ഈ ഉമ്മത്തിന് തുറന്നു വരുമ്പോ, എന്റെ ഉമ്മത്ത് വലിക്കുല്ലി ഉമ്മത്തിൽ ഫിത്നത്തു ഉമ്മത്തി അൽ മാർ. റാഹത്തല്ല നബിതങ്ങൾ പറഞ്ഞു. സയ്യിദ് ഓക്കെ ആയില്ലേ? പഠിപ്പിച്ചത് എല്ലാ ലോകത്തെ എല്ലാ ഉമ്മത്തിനും എന്ത് പരീക്ഷണമുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം അൽമാൽ, സമ്പത്താണ് പഠിപ്പിച്ചത്. അതാണ് ഇപ്പൊ കാണുന്നതൊക്കെ. സാമ്പത്തികമായിട്ട് കൂടിയപ്പോ മൗലിദ് ശിർക്കായി, മഹാന്മാരുടെ ഇസ്തിഗാസ ശിർക്കായി. ഇതൊക്കെ ഒരു കാലത്ത് പറ്റുമായിരുന്നു. ഇപ്പൊ സമ്പത്ത് കൂടി, സാങ്കേതിക സാഹചര്യം വർദ്ധിച്ചു, കാശുള്ളവന് ഏത് ഉന്നതമായ ഭൗതിക സഹായം പറ്റുമെന്നായി. അങ്ങനെ ആയപ്പോ മഹാന്മാർക്കുള്ള സഹായത്തൊക്കെ അത് ശിർക്കും കുഫറും വിദഅത്തും ഒക്കെ മാറി. അതിലേക്ക് ഇങ്ങനെ സമൂഹം ഒഴുകുകയാണ്. അടിസ്ഥാന പ്രശ്നം മുത്തനബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചതെന്ന് പോലെ എന്റെ ഉമ്മത്തിന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്, പെട്രോൾ ഓളർ കണ്ടെത്തിയതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിർത്താം. അപ്പൊ ആരും സംശയം, നിയമത്തിനോട് സംശയം ചോദിക്കാണ്ടാന്ന് കരുതി. ആർക്കും സംശയം ചോദിക്കാനൊന്നുമില്ല. എല്ലാം നല്ല സുന്നികളാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വേദിയെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു നമ്മളെ ബന്ധപ്പെട്ട എല്ലാ രോഗികൾക്കും അള്ളാഹു തആല പൂർണ്ണ ശിഫാനെ പ്രദാനം ചെയ്യട്ടെ. റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിൽ പഠിക്കാനും മഹാന്മാരെ ഇഷ്ടം വെക്കാനും മഹാന്മാരെ കൂടെ ചേർന്ന് ജീവിക്കാനും മഹത്തുക്കളുടെയൊക്കെ ശഫാഅത്ത് കൊണ്ട് എങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله. وعليكم السلام.